ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ അപ്രതീക്ഷിത ഫലങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവിയെക്കുറിച്ചും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അശക്തനാണ്. ആ കെജ്രിവാൾ ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ ഒരു കുറ്റവാളി, വിചാരണ നേരിടുന്ന ഒരു കുറ്റവാളി മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തൂക്കി കേന്ദ്രമകത്തിടാനുള്ള പദ്ധതികൾ ഒരു സൈഡിൽ കോപ്പുകൂട്ടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് MLA സ്ഥാനമില്ല, മന്ത്രിസ്ഥാനമില്ലാതെ നിൽക്കാനായി സാധിക്കില്ല, ആ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ കെജ്രിവാളിന്റെ പുതിയ നീക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനുള്ള തീരുമാനമാണ് അരവിന്ദ് കെജ്രിവാൾ എടുക്കാനായി പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പഞ്ചാബിലേക്ക് പോയി അവിടെ ഭഗവത് സിംഗ് മാനെ മാറ്റി ലുധിയാന വെസ്റ്റിൽ നിന്നും മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് പഞ്ചാബ് മുഖ്യമന്ത്രിയായി മാറാനായിട്ട് സാധിക്കും. ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലനിൽപ്പ് അദ്ദേഹത്തിന് സുരക്ഷിതമാക്കി സംരക്ഷിക്കാനായി സാധിക്കും, സുരക്ഷിതമാക്കി വയ്ക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഒരു ആശയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, മറിച്ചത് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കെജ്രിവാൾ തന്നെ പോയി കഴിഞ്ഞാൽ, അതായത് തല തന്നെ തെറിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കബന്ധമായി മാറും എന്ന് പറയുന്നത് പോലെ ആം ആദ്മി പാർട്ടി തലയില്ലാത്തൊരു ശരീരമായി മാറും. ആ ആം ആദ്മി പാർട്ടിയെ കുഴിച്ചു മൂടാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടിയുടെ MLA മാരടക്കം വലിയ രീതിയിൽ ഭയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കെജ്രിവാളിന്റെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇപ്പോൾ പഞ്ചാബിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം പഞ്ചാബിൽ ആഭ്യന്തര കലഹങ്ങൾ AAP രൂക്ഷമാണ് എന്നിരിക്കെ കെജ്രിവാളിന് അവിടെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിയേ മതിയാകുകയുള്ളൂ. കാരണം കെജ്രിവാൾ ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കില്ല, ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് വരില്ല എന്നുള്ള ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ വലിയ ആഭ്യന്തര കലാപം പഞ്ചാബിൽ ഉണ്ടെങ്കിൽ പോലും ആ പാർട്ടിയുടെ നിലനിൽപ്പ്, അതായത് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ പഞ്ചാബിൽ എന്ന് മാത്രമല്ല സകല രാജ്യത്തുടനീളം ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിന് കെജ്രിവാൾ അത്യന്താപേക്ഷിതമാണ്. കെജ്രിവാളിന്റെ ഡൽഹി മോഡൽ ഉയർത്തിക്കാട്ടിയാണ് യഥാർത്ഥത്തിൽ പഞ്ചാബിൽ പോലും അവർ ഭരണം പിടിച്ചത്. എന്നാൽ പഞ്ചാബിൽ അത്തരത്തിലൊരു മോഡൽ കൊണ്ടുവരാനും ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ തൊട്ട കെജ്രിവാൾ പഞ്ചാബിലേക്ക് കടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ കെജ്രിവാളിന്റെ മുമ്പിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റാണ്. രാജ്യസഭയിലേക്ക് പോവുക എന്നുള്ളതാണ് കെജ്രിവാളിന്റെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത്. ന്യൂഡൽഹി സീറ്റ് നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കോർഡിനേറ്റർ സ്ഥാനം, അതായത് ആം ആദ്മി പാർട്ടി കോർഡിനേറ്റർ സ്ഥാനവും അപകടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ കോർഡിനേറ്റർ സ്ഥാനവും ഏത് നിമിഷവും തെറിച്ചേക്കാം. മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ രാജ്യസഭയിലേക്ക് പോവുക. പഞ്ചാബിൽ അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2028 ഡൽഹിയിൽ 2030 രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് നടക്കാനുള്ളത്. അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരും. അതുവരെ അദ്ദേഹം കാത്തിരുന്നാൽ അദ്ദേഹം ജയിലഴികൾക്കുള്ളിലാകും എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. പോരാത്തതിന് ആം ആദ്മി പാർട്ടിയെ മുഴുവൻ മദ്യ കമ്പനിയിൽ പ്രതികളാക്കിയതിനാൽ, മദ്യനയ കേസിൽ പ്രതികളാക്കിയതിനാൽ അതുവരെ അരവിന്ദ് കെജ്രിവാൾ ഈ കേസ് നടക്കുന്ന ആ സമയം വരെ അരവിന്ദ് കെജ്രിവാളിന് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. ആം ആദ്മി കോർഡിനേറ്റർ എന്ന നിലയിലുള്ള കെജ്രിവാളിന്റെ സ്ഥാനവും അപകടത്തിലായി മാറിയിരിക്കുന്നു. കോടതി കക്ഷി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലും പാർട്ടി പിരിച്ച് വിടപ്പെടുകയും ആ ഒരു കോർഡിനേറ്റർ സ്ഥാനം നിലനിൽക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി തന്നെ മുച്ചൂടും മുടിയുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കെജ്രിവാൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ഒരു BJP സർക്കാർ ഉള്ളതിനാൽ കെജ്രിവാളിനെതിരെയുള്ള എല്ലാ അഴിമതി കേസുകളിലും അന്വേഷണം ശക്തമാക്കാനാണ് സാധ്യത എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതേസമയം ഡൽഹി മോഡൽ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വെല്ലുവിളികൾ കൂടുതലാണ്. വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തിരുന്ന മനീഷ് സിസോദിയ, ഈ ലിക്കർ സ്കാം കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള മനീഷ് സിസോദിയെ പരാജയപ്പെട്ടിരിക്കുന്നു. കെജ്രിവാളിന്റെ ആരോഗ്യ വിപ്ലവത്തിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാറുന്ന സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഷക്കൂർ വസ്തിയിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ് അവിടെ നേരിടേണ്ടി വന്നത്. അങ്ങനെ കെജ്രിവാളിന്റെ കൂട്ടാളികൾ മുഴുവൻ ഒന്നടങ്കം പരാജയപ്പെട്ടു. അവർക്കും കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് എന്തെങ്കിലും കിട്ടണം എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു അവരുടെയും കൂടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ കെജ്രിവാൾ മുഖ്യമന്ത്രിയാകും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.